പയർ കൃഷി നിർദ്ദിച്ചാൽ നമുക്ക് വലിയ ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പയർ കൃഷി നമ്മുടെ താരമാണ്. മാസം 5-ാം തീയതി നട്ട പയറാണിത്. ഇത് നാടൻ പയറാണ്. ദീപിക എന്ന് കായംകുളം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അവർ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിന് വേണ്ടി തന്ന ദീപിക എന്ന ഇനത്തിൽപ്പെട്ട പയറാണിത്. വള്ളിപ്പയറാണ്. പ്രതിരോധശേഷി കൂടുതലുണ്ടാകും. നല്ല വിളവ് ലഭിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളതിൻ്റെ 1 മാസം എത്തിയിരിക്കുകയാണ്. 1 മാസം എത്തിയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇലകളൊക്കെ കണ്ടാൽ പോലും അതിൻ്റെ ഒരു വളർച്ചയും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നന്നായിട്ടും നല്ല രീതിയിൽ അതിൻ്റെ പരിചരണങ്ങൾ നടത്തി 1 മാസം കൊണ്ട്. നമ്മൾ ആദ്യം കൃഷി രീതികളൊക്കെ അറിയാമല്ലോ. നമ്മൾ ആദ്യം നന്നായിട്ട് പറമ്പ് ഒരുക്കിയതിന് ശേഷം പച്ചക്കക്ക പൊടിച്ചതിട്ടു. അതിന് ശേഷം അതിൻ്റെ പുറമെ കോഴിവളം കൊടുത്തു, ചാണകപ്പൊടി കൊടുത്തു, വേപ്പും പിണ്ണാക്ക് കൊടുത്തു. അത് കൂടാണ്ട് ജൈവ രീതിയിലുള്ള 1-2 വളങ്ങൾ കൊടുത്തു. ആ വളങ്ങളെല്ലാം കൊടുത്ത് മണ്ണിട്ട് മൂടിയതിന് ശേഷം ട്രിപ്പ് ലൈൻ സ്ഥാപിച്ചു. അതിന് പുറമെ ഷീറ്റ് കൊടുത്തു. നമ്മൾ സ്ഥാപിച്ച ട്രിപ്പ് ലൈനിൽ 30 സെൻറ്റിമീറ്റർ അകലമായിരുന്നു. ആ 30 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ വിത്തുകൾ കുത്തിയത്. വിത്തുകൾ കുത്തിയതിന് ശേഷം തൈ മുളച്ച് വന്നപ്പോൾ അതേ തൈക്ക് നമ്മൾ സൂഡോമോണാക്സ് സ്പ്രേ കൊടുത്തു. അത് 1 തവണയല്ല 2 തവണ സൂഡോമോണാക്സ് കൊടുത്തു. അതുകൂടാണ്ട് ഫിഷാമിനോ ആസിഡ് 2 തവണ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ജൈവ സ്ലറി ട്രിപ്പിലൂടെ കയറ്റി കൊടുത്തു. ഇത്ര സാധനങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ 30 മാസമായപ്പോൾ നമ്മുടെ പയർ ഇങ്ങനെ നിൽക്കുന്നത്. ഏതാണ്ട് എൻ്റെ കണക്കുകൂട്ടലാണെങ്കിൽ 10 ദിവസം കൂടി കഴിയുമ്പോൾ പൂ കൊത്തി വരേണ്ടതാണ്. എന്തായാലും പൂവിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ഓരോ കൃഷികൾ ചെയ്യുമ്പോഴും കൃഷി നമുക്ക് ലാഭത്തിലാക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, മറ്റുള്ളവർ പറയുന്നതല്ല, നമ്മൾ സ്വയമേ ചിന്തിച്ച് എങ്ങനെ കൃഷി ലാഭകരമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തണം. പഠനം വെച്ചാൽ സ്വന്തം പുരയെടുത്ത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ടാകും. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് കൃഷി നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ലാഭകരമാക്കണമെങ്കിൽ നമ്മളിവിടെ ആദ്യം തന്നെ ചീര നട്ടിരുന്നു. ആ ചീര ഏകദേശം ഒരു വരമ്പിൽ നിന്ന് നമുക്ക് ഏകദേശം 15 കിലോ 20 കിലോ അടുത്ത് ചീര കിട്ടി. 15 കിലോ ചീര കിട്ടിയെന്ന് പറഞ്ഞാൽ 1200 രൂപയുടെ ചീര നമ്മൾ വിറ്റു ഒരു വരമ്പിൽ നിന്ന്. അപ്പം നമുക്കൊരു വരമ്പെന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 5 ചാക്ക് കോഴിവളമാണെങ്കിൽ 750 രൂപ. ബാക്കി പണിക്കൂലിയും മറ്റുള്ള ജൈവവളങ്ങളും ചേർത്ത് വരുമ്പോൾ 1200 രൂപ കടക്കത്തില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിലവ് ചീരയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പയർ കൃഷിയിൽ എന്താണ് സംഭവിക്കുന്നത്? കാലാവസ്ഥയാണ്. കാലാവസ്ഥക്ക് വലിയ മാറ്റങ്ങളുണ്ടാകാം. ചൂട് കൂടാം, മഴ വരാം, മഞ്ഞുണ്ടാകും. ഇതൊക്കെ നമുക്ക് കാലാവസ്ഥ ഇതൊക്കെ രീതിയാണ്. മഞ്ഞാണ് വരുന്നെങ്കിൽ പയർ കൃഷിക്ക് നല്ല സമയമാണ്. മഞ്ഞാണ് ഈ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത്. പൂക്കുത്തുന്ന സമയത്ത് മഞ്ഞ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടും. ശക്തമായ മഴ ഇനി പ്രതീക്ഷിക്കേണ്ട. ചൂടാകാൻ പോകുന്നു. അപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകന്ന് വളർച്ചയ്ക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ പയർ കൃഷി നിർദ്ദിച്ചാൽ നമുക്ക് വലിയ ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പയർ കൃഷി നമ്മുടെ താരമാണ്.